ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതായത് നമ്മളുടെ ഇന്ത്യൻ രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും ഏകദേശം സാധാരണക്കാരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോകത്തിലെ മറ്റേത് രാജ്യത്തിനേക്കാളിലും ഈവൻ ലോകത്തിൽ ഒന്നാം നമ്പർ സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന അമേരിക്കയെ പോലും കടത്തിവെട്ടുന്ന രീതിയിലുള്ള രാഷ്ട്രീയമാണ് നമ്മുടെ ഇന്ത്യയിൽ. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സിന്റെ ഇക്കണോമിക് സൈഡാണ് ഞാൻ പറയുന്നത്, സാമ്പത്തിക വശം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ആയിരിക്കും. ഇന്ത്യ ആയിരിക്കുന്നല്ല, ഇന്ത്യയാണ്. കാരണം അമേരിക്കയിലെ ഇലക്ഷന് വേണ്ടി അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റം ചെലവഴിക്കുന്നതിനേക്കാളും വളരെ കൂടുതലായി തീർന്നു കഴിഞ്ഞു നമ്മുടെ ഇന്ത്യൻ ഇലക്ഷന് വേണ്ടി. പിന്നെ ഇവിടെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിക്കറിംഗ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണല്ലോ എപ്പോഴും. പിന്നെ ലോക്സഭ ഇലക്ഷൻ 5 വർഷത്തിലൊരിക്കലേ ഉള്ളൂ എങ്കിൽ തന്നെയും പിന്നെ സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ എപ്പോഴും നമുക്ക് വളരെ ഏഹ്, ഓരോ വർഷവും അല്ലെങ്കിൽ റിക്കറിംഗ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സൈക്കിളായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലോക്സഭ ഇലക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന ഇലക്ഷനുകളും എല്ലാം തന്നെ വൻതോതിലുള്ള ഫണ്ടിങ്, ഫൈനാൻസ് അല്ലെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്നതായിട്ട് നമുക്ക് സാധാരണ അറിവുള്ളതാണ്. പക്ഷെ അതിൻ്റെ അളവും അല്ലെങ്കിൽ എത്ര കോടി രൂപ എന്നുള്ളത് നമുക്ക് ജനങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഒരിക്കലും ഈ ട്രാൻസ്പെറൻസി, സുതാര്യത ഇല്ലാത്തൊരു മേഖലയാണല്ലോ ഈ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഫൈനാൻസിന്റെ ഫണ്ടിങ്ങിന്റെ ഒക്കെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഇനി അവർ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന അഫിഡേവിറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലത്തിൽ അവർ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽസിന്റെ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്. ഇന്നാണ് നമ്മൾ കാരണം ഇലക്ഷൻ സുപ്രീം കോർട്ടിന്റെ വിധി അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന് ഇപ്പം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ലോക്സഭയായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളുടെ കേസിലാകുമ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെ ഇലക്ഷന് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് അതാര് തന്നെയായാലും ശരി അവരുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകണമെന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അപ്പം ചില കാര്യങ്ങളൊക്കെ അവർക്ക് ചില കാര്യങ്ങളൊക്കെ സത്യസന്ധമായിരിക്കും. കാരണം അവരുടെ പേര്, വീട്ടുപേര്, ചിലപ്പം വയസ്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായിരിക്കും. പക്ഷേ അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ്, സാമ്പത്തിക അവസ്ഥ, അവരുടെ സ്വത്ത് വിവരങ്ങൾ, ഇതൊക്കെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടുള്ള വിവരമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഫണ്ട്, കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഫണ്ട്, പണം, ഇതെല്ലാം എവിടുന്നാണ് എന്നുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഒരിക്കലും അത് നൽകത്തില്ല. പക്ഷേ അവർ സത്യവാങ്മൂലത്തിൽ കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത്. അതായത് രാഷ്ട്രീയ പാർട്ടികളെ ഊട്ടുന്നത് കോർപ്പറേറ്റുകൾ ഫണ്ടിന്റെ 90% അവരുടെ വക കൊടുത്തത് 2262 കോടി. അത് ഈ 23-24 കാലഘട്ടത്തിലാണത് കേട്ടോ. 2023-24 കാലഘട്ടത്തിലെ പിന്നെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത്. അത് നമുക്കറിയാം, ഈ ഡെമോക്രാറ്റിക് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ഈ ഒരു ഏഹ്, നേരത്തെ ചെയ്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാണ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഇവരൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആണ്. അപ്പോൾ അവരുടെ റിപ്പോർട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. 34 പേജുള്ള ഒരു റിപ്പോർട്ട് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പം അതിനകത്തിൽ അനാലിസിസ് ഓഫ് ഡൊണേഷൻസ് റിസീവ്ഡ് അബോവ് ₹20,000, അതായത് 20,000 രൂപയ്ക്ക് മുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ, നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രത്യേകിച്ച് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് സ്വീകരിച്ച ഡൊണേഷൻസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് അല്ലെങ്കിൽ റിപ്പോർട്ടാണ് ഇതെന്ന് പറഞ്ഞത്. നാഷണൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി, BJP, കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ബഹുജൻ സമാജ് പാർട്ടി, BSP, ആം ആദ്മി പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, പിന്നെ നാഷണൽ പീപ്പിൾസ് പാർട്ടി, NPEP എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നാഷണൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നാഷണൽ പാർട്ടീസ് പ്രത്യേകിച്ച് ഇവരെ 20,000 രൂപയ്ക്ക് മുകളിൽ സ്വീകരിച്ചിട്ടുള്ള ഡൊണേഷൻസിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ റിപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണേഷൻസിന്റെ ഭൂരിഭാഗവും കോർപ്പറേറ്റ് ഫണ്ടിങ് ആണ്. അതിപ്പോൾ ഈ റിപ്പോർട്ട് ഇല്ലാതെ നമുക്ക് അറിയാൻ സാധിക്കും രാജ്യത്തിന്റെ രാഷ്ട്രീയം ഇന്ന് കോർപ്പറേറ്റ് രാഷ്ട്രീയമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അത് കേന്ദ്ര
രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയം മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ രാഷ്ട്രീയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്സിനകത്തിൽ പിന്നെ കോർപ്പറേറ്റ് ഫണ്ടിങ്ങും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ്, ബിസിനസ് ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും വളരെ ആഴത്തിൽ പെനിട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ പ്രതിഭാസമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അത് ഒരു അതിശയകരമായിട്ടുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ച്, കാരണം ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ വ്യാപ്തിയും അളവും നമുക്കറിയത്തില്ല. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് എത്രത്തോളം കൃത്യമല്ല എന്ന് നമുക്കറിയാൻ പറ്റും യാഥാർത്ഥ്യമായിട്ട്. കാരണം അവർക്ക് പൂർണ്ണമായിട്ടും വെളിവാക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് എത്ര കോടി രൂപ കിട്ടിയെന്നുള്ളത് തീർച്ചയായിട്ടും അവർ വെളിവാക്കത്തില്ല. അപ്പം അവർക്ക് കിട്ടിയതിൻ്റെ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ശതമാനത്തിൻ്റെ ഒരു കണക്ക് മാത്രമേ അവർ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ അഫിഡവിറ്റിൽ അവർ, കാരണം ഇതൊന്നും ആരും പോയി പിന്നെ പരിശോധിക്കാനോ അല്ലെങ്കിൽ റെയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ EDയോ ഇൻകം ടാക്സോ അല്ലെങ്കിൽ CBIയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തന്നെ അവിടെ പോയി റെയ്ഡ് ചെയ്യാനോ അവരുടെ പാർട്ടി ഹെഡ് ഓഫീസിൽ പോയിട്ട് ഇല്ല പാർട്ടി നേതാക്കളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് ഡോക്യുമെന്റ്സ് എടുക്കാനോ ഒന്നും ആരും ഇതുവരെ നമ്മളങ്ങനെ ഒരു വാർത്ത ഇതുവരെ ഇന്ത്യയിൽ കേട്ടിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസും റെയ്ഡ് ചെയ്തായിട്ടോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തെന്നോ ED റെയ്ഡ് ചെയ്തെന്നോ അല്ലെങ്കിൽ SFIO റെയ്ഡ് ചെയ്തെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റവന്യൂ ഇൻ്റലിജൻസ് റെയ്ഡ് ചെയ്തെന്നോ വിജിലൻസ് റെയ്ഡ് ചെയ്തെന്നോ എന്നുള്ള വാർത്ത ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. കേൾക്കാത്തതിന് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാരണമാണ്. അതൊരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടിക്കാരെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കളെക്കുറിച്ചും എന്നുള്ള കൃത്യമായിട്ടുള്ള ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും നമുക്ക് ലഭ്യമാകില്ല, പ്രത്യേകിച്ച് ഫൈനാൻസ് ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ എന്നല്ല. ഇപ്പോൾ ക്രിമിനൽ റെക്കോർഡ്സ് നമുക്കിപ്പം പോലീസിൻ്റെ പക്കലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്ത കേസുകളാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ ഫണ്ടിങ് രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡറെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള പിന്നെ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമല്ല, അല്ലെങ്കിൽ കിട്ടത്തില്ല വരെ 100% ഉറപ്പാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഡേറ്റ നമുക്കിപ്പോൾ ഒരു റിപ്പോർട്ട് എവരുണ്ടാക്കിയിരിക്കുന്നത്, ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും അവർക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പക്കൽ നിന്നും അവർക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ പാർട്ടികൾ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് അത്രത്തോളം കൃത്യമല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാൻ സാധിക്കും. എന്നാലും ഒരു എന്താണ് പറയുക, ഒരു വിഷയം എന്ന രീതിയിൽ, കാരണം ഇങ്ങനൊരു വിഷയം ഇപ്പം ഉണ്ട്, ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശ രൂപങ്ങൾ നമുക്ക് ഇതിനകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ നാഷണൽ പാർട്ടീസ് അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 30 സെപ്റ്റംബർ 2024 BSPയും ആം ആദ്മി പാർട്ടി കറക്റ്റായിട്ടുള്ള സമയത്തിന് തന്നെ അവർ സബ്മിറ്റ് ചെയ്തുള്ളൂ. ബാക്കി NPEP, കോൺഗ്രസ്, BJP, CPIM ഇവരെല്ലാം സബ്മിറ്റ് ചെയ്തത് 23 ദിവസത്തെ, 27 ദിവസത്തെ, 42 ദിവസത്തെ, അതിൽ 43 ദിവസത്തെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിലേക്ക് ശേഷമാണ് അവർ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എന്തും സാധിക്കും. ഇതിപ്പം നമ്മളെപ്പോലൊരു വ്യക്തി ഇപ്പം ഏതെങ്കിലും നമ്മളുടെ നിയമപരമായിട്ടുള്ള ഏതെങ്കിലും ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ റിപ്പോർട്ടോ എല്ലാം ഗവൺമെൻറ്റിൻ്റെ പക്കൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മേലടിച്ചേൽപ്പിക്കുന്ന ഫീസും ഫൈനും അല്ലെങ്കിൽ പണിഷ്മെൻറ്റും ഒക്കെ എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പോൾ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാവരും ഒരേ തരത്തിലുള്ള പ്രിവിലേജ് എൻജോയ് ചെയ്യുന്നതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ ടേബിളിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ ഈ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഡേറ്റുകളാണ്. അപ്പം ഇത്രയും പാർട്ടികൾ, നാഷണൽ പീപ്പിൾസ് പാർട്ടി 23 ദിവസം ഡിലേ, കോൺഗ്രസ് 27 ദിവസം ഡിലേ, BJP ആണ് 42 ദിവസം ഡിലേ, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 43 ദിവസം ഡിലേയും കാണിച്ചു. ബാക്കി ബഹുജൻ സമാജ് പാർട്ടി, ആം ആദ്മി പാർട്ടിയും കറക്റ്റായിട്ട് അവർ സബ്മിറ്റ് ചെയ്തു എന്നാണ് ഈ റിപ്പോർട്ടും പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് ആസ് യൂഷ്വൽ നമുക്ക് ഊഹിക്കാവുന്നതിൽ കൂടുതൽ കിട്ടുന്നത് BJPക്കാണ്. കാരണം അവർ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കിട്ടിയ ഫണ്ടിൻ്റെ അളവ് ഈ റിപ്പോർട്ടും പ്രകാരം നമുക്കത് വിശ്വസനീയമല്ല. അപ്പം ഏറ്റവും കൂടുതൽ ഫണ്ട് അവർക്ക് കോർപ്പറേറ്റ് മേഖലയിൽ നിന്നാണ്. കോർപ്പറേറ്റ് മേഖല എന്ന് പറയുമ്പോൾ വലുതും ചെറുതുമായിട്ടുള്ള ബിസിനസ്സുകാരും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഹൗസസും ഒക്കെ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ അംബാനിയുടെയും അദാനിയുടെയും അല്ലെങ്കിൽ അതുപോലുള്ള മേജർ കോർപ്പറേറ്റ് പേരുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം അതൊക്കെ വളരെ എത്ര വലിപ്പം
കൂടിയ എമൗണ്ട് ആയിരിക്കും അവരൊക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം അതല്ലാതുള്ള ബാക്കി ചോട്ടാ മോട്ടാ പിന്നെ ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളൂ. അപ്പോൾ BJP, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, CPM തുടങ്ങിയ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടുകളിലും ഏറിയ പങ്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടേതാണ്. പിന്നെ വ്യക്തികളിൽ നിന്നുള്ള സംഭാവനകൾ നാമമാത്രം. വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ റിച്ചായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ കൊടുക്കുമായിരിക്കുമല്ലോ, തീർച്ചയായിട്ടും അല്ല. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് BJPക്കാണ്. കാരണം അതിൻ്റെ ഈ റിപ്പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിരിക്കും. പക്ഷേ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ടോട്ടൽ ഡൊണേഷൻ, അതായത് 20,000 രൂപയ്ക്ക് മുകളിലുള്ളതാണ്. നാഷണൽ പാർട്ടീസ് 2023-24 ഡിക്ലെയർ ചെയ്തതാണ്. അപ്പം ടോട്ടൽ 2,544.28 കോടി. ഇത് ഒരിക്കലും നമുക്ക് വിശ്വസനീയമല്ല. കാരണം ഇത്രയല്ല അവർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് 100% മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ BJPക്ക് കിട്ടുന്ന ഏതായാലും ഇത്രയും കുറഞ്ഞ തുകയായിരിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ രാഷ്ട്രീയം നമ്മൾ പറയില്ല, കാരണം അതൊരു യാഥാർത്ഥ്യമാണതാണ്. കാരണം ഇന്ത്യയിലെ ഈ രാഷ്ട്രീയ പാർട്ടിക്കെല്ലാം കൂടെ 2,544 കോടി രൂപയുടെ ഫണ്ടിങ്ങാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതൊരിക്കലും, കാരണം നാഷണൽ പാർട്ടിയായിട്ടുള്ള അധികാരത്തിലുള്ള BJPക്ക് പോലും ഈ ഒരു എമൗണ്ട് കൊണ്ട് ഒരിക്കലും തികയത്തില്ലെന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 12,547 ഡൊണേഷൻസ് കിട്ടിയിട്ടുണ്ട്. അത് എണ്ണമാണ്. അപ്പോൾ 2,544 മൊത്തം ഡൊണേഷൻ. അതിനാൽ 2,243 കോടി രൂപയും BJPക്കാണ് കിട്ടിയത്. പിന്നെ 2,251 കോടി രൂപ INCക്ക്, കോൺഗ്രസിന്. അത് തീർച്ചയായിട്ടും രണ്ടാമത്തെ ഏറ്റവും വലിയ ദേശീയ പാർട്ടിയായുണ്ട്. അപ്പോൾ INCയും ആം ആദ്മി പാർട്ടിയും NPEPയും CPIMൻ്റെയും അവർക്ക് കിട്ടിയ മൊത്തം ഡൊണേഷൻ്റെ 6% ആണ് BJPക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, BJP അധികാരത്തിലിരിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ BJP അധികാരത്തിൽ വരുമെന്ന് അറിയാവുന്നതുകൊണ്ടും കൂടുതൽ ഡൊണേഷൻ BJP എന്ന് പറയുന്ന പാർട്ടിക്കാണ് കിട്ടാനുള്ള സാധ്യത. പക്ഷേ ഇത് ഡിക്ലെയർഡ് റിപ്പോർട്ടാണ്. ഇത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. BSP ഡിക്ലെയർഡ് ദാറ്റ് പാർട്ടി, അതായത് 20,000 രൂപയ്ക്ക് മുകളിൽ BSPക്ക് ഒന്നും കിട്ടിയില്ല എന്ന് BSP പറയുന്നുണ്ട്. അത് ഇറ്റ് ഹാസ് ബീൻ ഡിക്ലെയറിംഗ് ഫോർ ദ പാസ്റ്റ് 18 years. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ BJPക്കാണ് കിട്ടിയത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാളും 6 മടങ്ങ് BJPക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞതല്ലോ, എത്രയാണ് BJP കിട്ടിയത്? 2,243. ടോട്ടൽ ഡൊണേഷൻ 2,544. അതിൽ 2,243 BJPക്കാണ് കിട്ടിയത്. മൊത്തം ഡൊണേഷൻ 12,547. എണ്ണമാണ് 12,547 ഡൊണേഷൻ. അതിൽ 8,358 ഡൊണേഷനും BJPക്കാണ് കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ 2,064.58 കോടി എന്നാണ്. അത് തെറ്റാണ്, ഇതാണ് കറക്റ്റ്. 2,243 കോടിയാണ് BJP കിട്ടിയത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്പം തെറ്റാണ്, മനസ്സിലായല്ലോ. അതായത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ കണക്കുപ്രകാരം 2024 സാമ്പത്തിക വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കോർപ്പറേറ്റ് 2,262 എന്നാണ്. ഈ 2,262 മൊത്തം 2,544. ഇവരുടെ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാക്കി കാണത്തില്ല, ഇത് എഴുതി മലയാളത്തിൽ എഴുതിയപ്പോൾ. ഓക്കെ, അത് ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിത് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ചർ. മൊത്തം 2,544, BJP കിട്ടിയത് 2,243. ഓക്കെ, BSPക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ മാത്രമാണ് അവിടെ നിൽക്കേണ്ടത്. അപ്പം 2023-24 അവർക്ക് 2022-23 199.17% വർധന ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. BJPയുടെ തീർച്ചയായിട്ടും 2022-23 പിന്നെ 2023-24 2,243 719.85 കോടിയാണ് BJP കിട്ടിയത്. അത് 2023-24 അപ്പോൾ 2,243 കോടിയാണ്. വൻ വർധന. കാരണം ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ടും അവരൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ ശക്തി ആർജിച്ച് വരുന്നുണ്ടും ആ പാർട്ടിക്ക് കൂടുതൽ ഡൊണേഷനും ഫണ്ടിങ്ങും കിട്ടും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അതുപോലെ തന്നെ കോൺഗ്രസിന് കിട്ടിയ ഫണ്ടിങ്ങും കൂടിയിട്ടുണ്ട്. 2022-23 79.924 ആയിരുന്നു. അത് 281.48 കോടി രൂപയായിട്ടുണ്ട്.
252.18% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുള്ള വിശ്വാസം ആർക്കാണ്ടൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ആം ആദ്മി പാർട്ടിയുടെ ആം ആദ്മി പാർട്ടിയുടെ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ ഡിക്രീസ്ഡ് ബൈ 70%, 70.18% കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 26.038 കോടി രൂപയുടെ കുറവ് ആം ആദ്മി പാർട്ടിക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ് വൈസ് ഏറ്റവും കൂടുതൽ സ്ഥലത്തു നിന്ന് അവർക്ക് ഡൊണേഷൻ കിട്ടിയത് എവിടെ നിന്നാണെന്നുള്ളതാണ്. പിന്നെ ഡൽഹിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡൊണേഷൻസ് പാർട്ടിക്കെല്ലാം കിട്ടിയത്. കാരണം ഇന്ത്യയുടെ തലസ്ഥാനമായുണ്ടായിരിക്കും ചിലപ്പോൾ 989.20 കോടി രൂപ ഡൽഹിയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഗുജറാത്തിൽ നിന്നാണ് 404. അത് BJPയുടെ തട്ടം കൂടെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം ആ ഒരു സ്ഥലത്തു നിന്ന്. പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് 334. അത് നമുക്കറിയാം, മഹാരാഷ്ട്രയുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഡൊണേഷൻ ₹7,000 ഫ്രം എ ഡോണർ ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാസ് ബീൻ മെയ്ഡ് ടു. ആം ആദ്മി പാർട്ടിക്ക് അമേരിക്കയിൽ നിന്ന് 7,000 കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എ ടോട്ടൽ ഓഫ് ₹6.02 crore or total donation could not be attributed to any state, union territory due to incomplete. ഓക്കെ, 6.062 കോടി രൂപയുടെ കണക്ക് കൃത്യമായിട്ട് ഏത് സംസ്ഥാനത്തു നിന്നാണെന്നോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ നിന്നാണെന്നോ അറിയാൻ സാധിക്കുന്നില്ല. ഇൻകംപ്ലീറ്റ് അൺഡിക്ലയർഡ് ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഡോണേഴ്സ് ഫ്രം കോർപ്പറേറ്റ് ബിസിനസ് സെക്ടേഴ്സ് വേഴ്സസ് ഇൻഡിവിജ്വൽ ഡോണേഴ്സ്, 3,255 ഡൊണേഷൻസ് കോർപ്പറേറ്റ് അല്ലെങ്കിൽ ബിസിനസ് സെക്ടറിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹൗസസ് ആണ്, ബിസിനസ്സുകാരാണ് നടത്തിയിട്ടുള്ളത്. ഏകദേശം 2,262.5537 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഡൊണേഷൻസ്. അത് ഏകദേശം മൊത്തം ഡൊണേഷൻ്റെ 88.92% വരും. പിന്നെ അതുപോലെ തന്നെ 8,493 ഇൻഡിവിജ്വൽ ഡോണേഴ്സ് ഉണ്ട്. അവർ ഏകദേശം 270.87 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഡൊണേഷൻസ്. ടോട്ടൽ ഡൊണേഷൻസിൻ്റെ 10% 10 അല്ലെങ്കിൽ 11% വരും. പിന്നെ 3,478 ഡൊണേഷൻ കോർപ്പറേറ്റ് സെക്ടറിൽ നിന്ന് BJPക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് 2,064. അതുപോലെ തന്നെ 4,622 വ്യക്തികൾ BJPക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ്സിന് പിന്നെ 102 ഡൊണേഷനാണ് കോർപ്പറേറ്റ് സെക്ടറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 1,882 ഇൻഡിവിജ്വൽ ഡോണേഴ്സ് ഉണ്ട്. ഏകദേശം 90.899 കോടി രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലുള്ള റിപ്പോർട്ടാണ്. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ അവരായിട്ട് സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടാണ് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എത്രത്തോളം മാനിപ്പുലേറ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് ഇലക്ട്രൽ ട്രസ്റ്റും BJPക്കൊപ്പം ഇലക്ട്രൽ ട്രസ്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണ്ട. ഇനി ടോപ്പ് ഡോണേഴ്സ് ടു നാഷണൽ പാർട്ടീസ്, ഇതാണ് ഇലക്ട്രൽ ട്രസ്റ്റ്. പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഡൊണേറ്റ് ചെയ്തത്. അപ്പോൾ അവർ 880.077 കോടി BJPക്ക് കോൺഗ്രസിനൂടെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ട്രസ്റ്റിൽ ഇലക്ട്രൽ ട്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റാണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ BJPക്ക് അവർ 723.675 കോടിയും പിന്നെ കോൺഗ്രസിന് 156.4025 കോടിയും അവർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം 880 BJPക്കും കോൺഗ്രസിനുണ്ട്. അതിൽ 723 കോടി BJPക്കും 156.4025 കോടി കോൺഗ്രസിനും. പിന്നെ രണ്ടാമത് വരുന്ന ട്രയംഫ് ഇലക്ട്രൽ ട്രസ്റ്റാണ്. അവർ 127.5 കോടി രൂപ 4 ഡൊണേഷൻസ് BJPക്ക് ഫ്രം 4 ഡൊണേഷൻസ് ടു BJP ആൻഡ് ഡിറൈവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൊണേറ്റഡ് ₹50 crore ടു BJP. ഡിറൈവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റ് 50 കോടി BJPക്കും കോൺഗ്രസിന് 3.20 കോടിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്മി സോളർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് 51 കോടി 5 ഡൊണേഷൻസ്. ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡ് 50 കോടി 1 ഡൊണേഷൻ. അപ്പോൾ ഒറ്റ ഒരു ഡൊണേഷൻ 50 കോടി, അത് നല്ലൊരു എമൗണ്ട് ആണത്. പിന്നെ റൂങ്ദാസ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് 50 കോടി ത്രൂ 1 ഡൊണേഷൻ, ഒറ്റ ഡൊണേഷനിൽ 50 കോടി. ദിനേശ് ചന്ദ്ര ആർ അഗർവാൾ ഇൻഫ്രാകോൺ പ്രൈവറ്റ് ലിമിറ്റഡ് 30 കോടി ത്രൂ 1 ഡൊണേഷൻ. അപ്പോൾ ഇതെല്ലാം BJPക്കാണ്. 1 ഡൊണേഷൻ പറഞ്ഞാൽ ഒറ്റ ഡൊണേഷൻ,
ഒറ്റ കൊടുപ്പിൽ 30 കോടി രൂപ 50 കോടി രൂപയൊക്കെയാണ് BJP കൊടുക്കുക. അപ്പോൾ നല്ല എമൗണ്ട് തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഇത്രയാണ് ട്രസ്റ്റുകൾ കൊണ്ടിരിക്കുന്നത്, ഇലക്ട്രൽ ട്രസ്റ്റുകൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് സമാഹരിക്കുന്ന ഇലക്ട്രൽ ട്രസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ BJPക്കാണ് ട്രസ്റ്റുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതിൽ പ്രൂഡൻറ്റ് പിന്നെ എന്ന് പറയുന്ന ട്രസ്റ്റാണ്, പ്രൂഡൻറ്റ് ഇലക്ട്രൽ ട്രസ്റ്റാണ് അത് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അത് 723.675. അപ്പോൾ ഇത് ഒരു പക്ഷേ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തിട്ട് അവർ ഫണ്ട് കളക്ട് ചെയ്തിട്ട് പാർട്ടിക്ക് ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും അതൊന്നും. അപ്പോൾ ട്രസ്റ്റുകളിൽ നിന്നും BJPക്കാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും അധികം ഫണ്ടുള്ള ട്രസ്റ്റാണ് പ്രൂഡൻറ്റ്. പാർട്ടികൾക്കുള്ള കോർപ്പറേറ്റ് സംഭാവനകളിൽ 90% കൈകാര്യം ചെയ്യുന്നത് പ്രൂഡൻറ്റ് ഇലക്ട്രൽ ട്രസ്റ്റാണ്. നേരത്തെ സത്യ ഇലക്ട്രൽ ട്രസ്റ്റ് എന്നാണ് ഈ പറഞ്ഞ പ്രൂഡൻറ്റ് അറിയപ്പെട്ടിരുന്നത്. 2013-14 മുതൽ BJPക്ക് മുഖ്യമായ ഫണ്ട് വരുന്നത് ഈ ട്രസ്റ്റ് വഴിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെയൊക്കെ പിന്നെ എന്താണ് പൊളിറ്റിക്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ട്രസ്റ്റ് എന്തുകൊണ്ടാണ്, ട്രസ്റ്റ് ആരാണ് ഫോം ചെയ്യുന്നത്, എന്താണ് ഫോം ചെയ്യുന്നുള്ള കാര്യം. ഇലക്ട്രൽ ട്രസ്റ്റാണ് കേട്ടോ. അപ്പോൾ കോൺഗ്രസിനും ലഭിക്കുന്നുണ്ടെങ്കിലും വളരെ കുറവാണ്, കാരണം നമുക്കത് ഊഹിക്കാവുന്നേ ഉള്ളൂ. നേരത്തെ നിലവിലുണ്ടായിരുന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് നിർത്തലാക്കിയ ശേഷം ഫണ്ട് എത്തുന്നത് ഇലക്ട്രൽ ട്രസ്റ്റുകളേക്കാണ്. അപ്പം ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി നിർത്തി, അതിനുശേഷമാണ് ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി പാർട്ടിക്കാർക്ക് ഈ പറഞ്ഞ പിന്നെ ഫണ്ട് എത്തുന്നത്. അത് പാർട്ടികൾ തന്നെ ഫോം ചെയ്യുന്ന ട്രസ്റ്റുകളുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നേരിട്ട് പണം ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഹൗസിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നൊക്കെ മേടിക്കാൻ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകാമായിരിക്കും. അതുകൊണ്ട് അവർ ചിലപ്പോൾ ഈ ട്രസ്റ്റ് വഴിയായിരിക്കും അത് മേടിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടത് പിന്നീട് നമുക്ക് എപ്പോഴും സംസാരിക്കാം. അപ്പോൾ ഈ പ്രൂഡൻറ്റ് ട്രസ്റ്റ് വഴി ഫണ്ട് നൽകുന്നവരിൽ രാജ്യത്തെ പ്രധാന കമ്പനികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർസലർ മിത്തൽ നിപ്പോൺ 100 കോടി, DLF 99.5 കോടി, മാതാ പ്രോജക്ട്സ് 75 കോടി, മാരുതി സുസുക്കി 60 കോടി, അത് ശരി, എന്നിവയ്ക്ക് പുറമെ ഭാരതി എയർടെൽ, മെഗാ എഞ്ചിനീയറിംഗ്, RPG വെഞ്ചേഴ്സ്, GMR എയർ കാർഗോ ആൻഡ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, ഡൽഹി ഡ്യൂട്ടി ഫ്രീ സർവീസസ് ലിമിറ്റഡ്. ഇത് വളരെ കുറച്ച് കമ്പനികളുടെ പേര് മാത്രമേ ഉള്ളൂ. കമ്പനികളുടെ ഈ ട്രസ്റ്റിന് കൊടുക്കുന്ന, ഈ പ്രൂഡൻറ്റ് ട്രസ്റ്റിന് കൊടുത്തിട്ടുള്ള കമ്പനികളുടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട കമ്പനികളുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം 100 കോടി, 99.5 കോടി, 75 കോടി, 60 കോടി, മാരുതി സുസുക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എമൗണ്ടിലാണ് അവർ ഈ പ്രൂഡൻറ്റ് ട്രസ്റ്റിലേക്ക് പാർട്ടിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൊടുക്കുമ്പോഴേ പറയാം ഇത്ര ശതമാനം BJPക്കെന്നോ ഇത്ര ശതമാനം കോൺഗ്രസിനെന്നോ അല്ലെ പൂർണ്ണമായിട്ടും BJPക്കെന്നോ ഒക്കെ അവർ പറഞ്ഞിട്ടായിരിക്കും തീർച്ചയായിട്ടും അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന ട്രാൻസാക്ട് ചെയ്യുന്നത്. പിന്നെ കോർപ്പറേറ്റ് സംഭാവനകൾ എത്തുന്നതിൽ 2ാം സ്ഥാനം ട്രയംഫ് ഇലക്ട്രലാണ്. നമ്മളിവിടെ പറഞ്ഞാണ് ട്രയംഫ് ഇലക്ട്രൽ ട്രസ്റ്റ്, അത് 2ാമത്തെ ട്രസ്റ്റാണ്. ഇവർക്ക് ലഭിച്ച 127.5 കോടി രൂപയും BJPക്കാണ് സംഭാവന ചെയ്തത്. ഇവിടെ നിന്ന് പറയുന്നത് കറക്റ്റാണോ? അതെ, 127.5 കോടി രൂപയും 4 ഡൊണേഷനുണ്ട്. 4 ഡൊണേഷനിൽ അവർക്ക് 127.5 കോടി രൂപ ഇട്ടിട്ടുണ്ട്. അത് BJPക്കാണ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഡിറൈവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ് ഇവിടെ. ഡിറൈവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആക്മി സോളാർ എനർജി, ഇങ്ങനെയുള്ള ട്രസ്റ്റുകൾ വഴി ഈ പറഞ്ഞ പാർട്ടിക്കാർക്ക് പ്രത്യേകിച്ച് BJPക്ക് നന്നായി പിന്നെ ഫണ്ടിങ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഒരു എന്തായാലും നമുക്കറിയാം, ഇത് കൃത്യമായിട്ടുള്ള എമൗണ്ട് അല്ലെന്ന് നമുക്കറിയാം. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഫോർമലായിട്ടുള്ള റിപ്പോർട്ടാണിത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ടാണ്. അതുകൊണ്ട് ആർക്കൊന്നും ഡിനൈ ചെയ്യാൻ സാധിക്കത്തില്ല പ്രത്യേകിച്ച്. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെയല്ല പൊളിറ്റിക്സ് എന്ന് നമുക്കറിയാൻ പറ്റും. മനസ്സിലല്ല, പൊളിറ്റിക്സ് അങ്ങനെയല്ല. ഈ പറഞ്ഞ ഫണ്ടിൻ്റെ ബലത്തിലല്ല ഈ ഇന്ത്യൻ രാഷ്ട്രീയം, പ്രത്യേകിച്ച് കേന്ദ്രവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം, നമ്മുടെ ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം, അല്ലെങ്കിൽ നാഷണൽ പാർട്ടീസിൻ്റെ രാഷ്ട്രീയം എന്നല്ല, ഇങ്ങനെയല്ല നമുക്കറിയാം. എന്തായാലും BJPക്ക് തീർച്ചയായിട്ടും ഇത്രയും ഫണ്ട് കൊണ്ട് ഇന്ത്യയിലെ അവർ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരുടെ ഈ കേന്ദ്രത്തിലും അതുപോലെ സംസ്ഥാന തലങ്ങളിലൊന്നും അവർക്ക് ഇലക്ഷനെ ഫേസ് ചെയ്യാൻ ഈ ഫണ്ട് കൊണ്ട് അവർക്ക് സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മറ്റ് മേജർ രാഷ്ട്രീയം, ഇപ്പോൾ കോൺഗ്രസും അവർക്ക് അധികാരം കേന്ദ്രത്തില്ലെങ്കിൽ തന്നെ ഒരു പാൻ ഇന്ത്യ പാർട്ടിയാണ്. കാരണം എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെറിയ എമൗണ്ട് കൊണ്ടും അവർക്ക് ഈ പറഞ്ഞ ഇലക്ട്രൽ പൊളിറ്റിക്സ് കളിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അപ്പം ഇത് പിന്നെ അവരുടെ ഈ പറഞ്ഞ മറ്റ് തരത്തിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിൻ്റെ ഒബ്സർവേഷൻ മാത്രമാണ്. ഇനി നമുക്ക് കുറേ റെക്കമെൻഡേഷൻ ഉണ്ട്, എന്താണ് നോക്കാം. അതായത് സുപ്രീം കോർട്ട് 2013 സെപ്റ്റംബർ 13 അവരുടെ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയും പിന്നെ അവർ അഫിഡവിറ്റ് എന്ന് വെച്ചാൽ സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ അതിലൊരു കോളം പോലും അല്ലെങ്കിൽ ഒരു സ്ഥലം പോലും പൂരിപ്പിക്കാതെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ ഡൊണേഷൻ 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഡൊണേഷൻ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫോം 24A സബ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇതുപോലെ അതിനകത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണമെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പോൾ 20,000 രൂപയ്ക്ക് മുകളിൽ പിന്നെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ പല വ്യക്തികളായിട്ട് കൊടുക്കുന്ന 20,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഡൊണേഷൻസിനും പാൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ടുണ്ടാകണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ നിയമമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്കാർ, പ്രത്യേകിച്ച് ദേശീയ പാർട്ടികളെന്ന് വിളിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ അതിനെയൊക്കെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കിനി അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു എമൗണ്ട് ഒരു ഇൻഡിവിജ്വലിനോ കമ്പനിക്കോ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ പിന്നെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മൾട്ടിപ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ഡൊണേഷൻ വഴിയോ കൊടുക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വലിയ എമൗണ്ടുകളൊക്കെ അവർ സ്വീകരിക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കിന് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള ആ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോണേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പം നമുക്കിപ്പം ഈ RTA അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് തന്നിരിക്കണം എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ ഇത് ചില രാജ്യങ്ങളിലൊക്കെ ഇത് പ്രാബല്യത്തിലുണ്ട്. അതായത് ഭൂട്ടാൻ, നേപ്പാൾ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബ്രസീൽ, ബൾഗേറിയ, US, ജപ്പാൻ. പക്ഷേ ഈ രാജ്യങ്ങളൊന്നും തന്നെ പിന്നെ 50% അവർക്ക് കിട്ടുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടിക്കാർ കിട്ടുന്ന ഫണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇതുപോലൊക്കെ തന്നെയാണ്. കാരണം ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇത്രയും കറപ്റ്റായിട്ടുള്ള ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കറക്റ്റായിട്ടുള്ള പിന്നെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ട് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുണ്ട് പിന്നെ ഈ നാഷണൽ പാർട്ടീസ് പിന്നെ നല്ലൊരു ഉദാഹരണം മാതൃകയാകണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് ഉണ്ടെന്നുള്ള നമ്മൾ ആദ്യം പറഞ്ഞു, ആ ഡിലേ വന്ന കാര്യത്തിലൊക്കെ പറഞ്ഞില്ലേ, ചില പിന്നെ ബഹുജന സമാജ് പാർട്ടി, ആം ആദ്മി പാർട്ടി വെച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും 23-44 എന്നൊക്കെ പറഞ്ഞ ഡിലേ വന്നിട്ടുണ്ട്. അപ്പം ഒരു സാധാരണ വ്യക്തിയെ പോലുള്ള നമ്മുടെ കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് നടപടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പിന്നെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അപ്പം അതൊന്നും ആരും ഇതിനകത്തിൽ കൃത്യമായി പാലിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നതാണ് ഈ പറഞ്ഞ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചുള്ള ഒരു നേർക്കാഴ്ച. ഇത് നമുക്കറിയാം, തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയം ബിഗർ പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞത്. ബിഗർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്കറിയാം താഴെ തലത്തിലുള്ള രാഷ്ട്രീയം. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് പോലും നമുക്കറിയാം പല സ്ഥാനാർത്ഥികളെയും ആ വാർഡുമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ധനികരായിട്ടുള്ള ആൾക്കാരൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. ഒന്നുകിൽ ധനികരായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പിന്നെ ആ വാർഡുമായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട തലത്തിൽ. അപ്പം അവിടെയും ആ തലത്തിൽ നമുക്ക് ഈ പറഞ്ഞ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെയും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഫൈനാൻസിങ് ഉണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മേളിലോട്ട് പോകുന്നതോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു അളവ് വ്യാപ്തിയൊക്കെ കൂടും. അപ്പം കേന്ദ്ര തലത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ദേശീയ പാർട്ടി എന്നുള്ള ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ ലോക്സഭാ ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്ന ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് BJPക്കും കോൺഗ്രസിനും ഒക്കെ കിട്ടുന്ന ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാസീവായിട്ടുള്ള ഫണ്ടായിരിക്കും. അതൊന്നും ഒരിക്കലും അവർ കൃത്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് സുതാര്യമായിട്ട്
ഈ രാജ്യത്ത് ജനങ്ങളുടെ മുമ്പിൽ അത് അവർ വെളിപ്പെടുത്തത്തില്ല. കാരണം ഈ 2000 ചില്ലാനം കോടി രൂപ നമ്മൾ പറയുന്നത് ഇത് തന്നെ ചിലപ്പം ഇതിൻ്റെയൊക്കെ പത്തിരട്ടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അംബാനി അതിനെയൊക്കെ ബി.ജെ.പിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനൊക്കെ കൊടുക്കുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ടുള്ളൊരു രൂപരേഖയല്ലെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഒരു ഫോർമലായിട്ടുള്ള റിപ്പോർട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇതല്ല ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിക്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒഫീഷ്യലി സോറി, നമുക്കിത് ഓപ്പണായിട്ട് നമുക്കിതിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ഈ റിപ്പോർട്ട് അവരുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം റിയാലിറ്റി, ഇതെല്ലാം യാഥാർത്ഥ്യം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ ജനങ്ങൾക്ക് ഒരിക്കലും ലഭ്യവുമാകത്തില്ല. കാരണം ഒരു പാർട്ടി അവർക്ക് കിട്ടിയ സത്യസന്ധമായിട്ട് എത്ര കോടി രൂപ അവർക്ക് കിട്ടി, 20,000 കോടിയാണോ 50,000 കോടിയാണോ ബി.ജെ.പിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ 20,000 കോടി രൂപയാണ് കോൺഗ്രസിന് കിട്ടിയതെന്ന് നമുക്കറിയില്ല. പക്ഷേ അത് കിട്ടാനുള്ള സാധ്യത ഇന്ത്യൻ പൊളിറ്റിക്സിലുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് ഇലക്ട്രൽ പൊളിറ്റിക്സ് ഈ പറഞ്ഞ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ഒരു അത്യാവശ്യം പിന്നെ ലോജിക്കുള്ള ഒരു ഇന്ത്യൻ പൗരന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്നാലും ഇതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരെ, രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് നമുക്ക് തൽക്കാലം മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. രാഷ്ട്രീയ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് കോർപ്പറേറ്റ്സ് ആണ്. കാരണം ഇവിടെ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പൊളിറ്റിക്സ് കോർപ്പറേറ്റ് പൊളിറ്റിക്സായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലൊക്കെ അത് പിന്നെ പരിണമിച്ചിന് പൂർണ്ണതയിൽ എത്തിയില്ല. എന്നാലും അത് ആ ഒരു 360 ഡിഗ്രി എന്നോ അല്ലെങ്കിൽ 100% എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം അമേരിക്ക, ബ്രിട്ടൻ, ജപ്പാൻ അല്ലെങ്കിൽ ഈവൻ ചൈനയിൽ ഇതുപോലുള്ള ഇലക്ഷൻ ഇല്ലെങ്കിൽ തന്നെയും അവിടെ പൊളിറ്റിക്സ് ഉണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അപ്പം അവിടെ ഭരണത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട തീർച്ചയായിട്ടും കോർപ്പറേറ്റ് പൊളിറ്റിക്സ് തന്നെയാണ്. കോർപ്പറേറ്റ് ഹൗസസ്, അത് പിന്നെ പ്രൈവറ്റ് മേഖലയിലുള്ളതായാലും ശരി, അല്ലെങ്കിൽ ചൈനയുടെ സ്വന്തം കോർപ്പറേറ്റ്, ഇപ്പം ചൈനയ്ക്ക് വെളിയിലുള്ള ഫോറിൻ നേഷൻസിലെ കോർപ്പറേറ്റ്സ് ആയാലും ശരി, ചൈനയ്ക്കകത്തുള്ളവരുടെ ഡൊമസ്റ്റിക് കോർപ്പറേഷൻസ് ആയാലും ശരി, അവരെല്ലാം എന്തെങ്കിലും പൊളിറ്റീഷ്യൻസിനെ അധികാരത്തിലിരിക്കുന്നവരെ ഫണ്ട് ചെയ്യും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ജപ്പാനെ പോലെ അല്ലെങ്കിൽ വെസ്റ്റേൺ യൂറോപ്പിലുള്ള രാജ്യങ്ങളെ പോലെ, അമേരിക്കയെ പോലെ, പിന്നെ സിംഗപ്പൂർ, അല്ലെങ്കിൽ നമ്മൾ അതുപോലുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഈവൻ പാകിസ്ഥാൻ ആയാലും ശരി, എവിടെ ആയാലും എന്നായാലും പൊളിറ്റിക്സ് പിന്നെ ഒരു റിച്ച് മാൻസ് ഗെയിമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെൽത്തി പീപ്പിളിൻ്റെ ഒരു ഗെയിമാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഏത് കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലെ പൊളിറ്റിക്സ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതാത് കാലഘട്ടത്തിൽ നിൽക്കുന്ന റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ആയിരിക്കും പൊളിറ്റിക്സിൽ അവർക്ക് സ്റ്റേക്ക് ഉള്ളത്. സാധാരണക്കാരനൊരു സ്റ്റേക്കോ അല്ലെങ്കിൽ ഷെയറും ഉണ്ടാകത്തില്ല. മനസ്സിലായല്ലോ. ഇപ്പം ജനങ്ങളുടെ നിന്ന് രാഷ്ട്രീയ പാർട്ടിക്കാർ പിരിവെടുത്ത് അവർക്ക് കിട്ടുന്ന സംഭാവനകൾ, ഫണ്ടെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അപ്പം ആ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾ 100 രൂപ സംഭാവന കൊടുത്തു. ഈ 100 രൂപ സംഭാവന കൊടുക്കുന്നതിൻ്റെ ബേസ് നമ്മൾ എന്നിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള നയങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാക്കാനോ ഒരിക്കലും നമുക്ക് ആ ഒരു തരത്തിലേക്ക് പോകാനത്തില്ല. അതേസമയം 100 കോടി കൊടുത്ത, 50 കോടി കൊടുത്ത, 25 കോടി കൊടുത്ത ഒരു വ്യക്തിക്കോ ഒരു കോർപ്പറേറ്റ് ഹൗസിനോ തീർച്ചയായിട്ടും അവർക്ക് നിശ്ചിത താല്പര്യങ്ങളുണ്ട്. അവർക്ക് പിന്നീട് ഈ പാർട്ടി അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ വരാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും ഈ പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് ഫണ്ടിങ് എല്ലായിടവും നടക്കുന്നത്. അമേരിക്കയിലൊക്കെ ഇതിനെ ലോബിങ് എന്ന് പറയും. നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കറപ്റ്റ് അല്ലെങ്കിൽ അഴിമതി എന്നുള്ളൊരു വാക്കിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നത്. അമേരിക്കൻ ലോബിങ് എന്ന് പറഞ്ഞാൽ വളരെ അമേരിക്കയിലും വെസ്റ്റേൺ യൂറോപ്പിലും അല്ലെങ്കിൽ ജപ്പാൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ലോബിങ് അതൊരു വളരെ പിന്നെ എന്താ പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ളൊരു പണിയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കറപ്റ്റ് പ്രാക്ടീസാണ് ലോബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ രാഷ്ട്രീയക്കാരെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുക, അവരുടെ ഇലക്ഷന് വേണ്ടി ഫണ്ട് ചെയ്യുക എന്ന് മാത്രമേ. അവിടെ പിന്നെ നമ്മളെക്കാളും റിച്ച് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ 1 കോടി 50 കോടി കൊടുക്കുമ്പോൾ അവിടെ അതിന് ചിലപ്പം അതിലും കൂടുതൽ എമൗണ്ട് ആയിരിക്കും നമ്മൾ റുപ്പി ടേംസിലൊക്കെ അതിനെ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ. ഇപ്പോൾ ട്രംപിൻ്റെ ഭരണകൂടമായാലും ശരി, ബൈഡൻ്റെ ഭരണകൂടമായാലും ശരി, പണ്ടത്തെ ബിൽ ക്ലിൻ്റൻ്റെ ആയാലും ശരി, ജോർജ് ബുഷിൻ്റെ ആയാലും ശരി, എല്ലാ ഭരണകൂടത്തെയും അവിടെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, നിലനിർത്തുന്നത് കോർപ്പറേറ്റ് ഫണ്ടിങ് കൂടെ മാത്രമാണ്. അതുകൊണ്ട് അവിടുത്തെ പൊളിറ്റിക്സ്, അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, ഭരണകൂടങ്ങളെല്ലാം കോർപ്പറേറ്റ് പൊളിറ്റിക്സ് ആയതാണ്, പണ്ടേ ആയതാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണമായിട്ടും ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സംശയമൊന്നുമില്ല. കാരണം രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ നല്ലൊരു ശതമാനം കോർപ്പറേറ്റ് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെയും രാഷ്ട്രീയം കോർപ്പറേറ്റ് രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ റിച്ച് മാൻസ് ഗെയിം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളൊരു
ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്കോട് നിർത്താം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.